Good evening. Special edition ആദ്യം പ്രധാന വാർത്തകൾ. വർദ്ധിച്ച കടബാധ്യതകൾക്കും ആസന്നമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുമിടെ സംസ്ഥാന ബജറ്റ് നാളെ പുതിയ നികുതി നിർദ്ദേശങ്ങൾക്ക് സാധ്യത. ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിച്ചേക്കും. ടിപി കേസ് പ്രതികൾക്ക് വധശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ. കേസ് അപൂർവങ്ങളിൽ അപൂർവമായി കാണാനാകില്ലെന്ന് പ്രതിഭാഗം. വാദം പൂർത്തിയായി. ശിക്ഷാവിധി 28-ന്. ടിപി കേസിൽ വെള്ളം ചേർക്കാൻ CPM UDF ഒത്തുകളിയെന്ന് കെ രമ. ടിപി വധക്കേസ് വിധിയിൽ കാരാട്ടിന്റെ അഭിപ്രായമാണ് തനിക്കെന്ന് VS അച്യുതാനന്ദൻ. രശ്മി വധക്കേസിൽ സോളാർ തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതിയും ഭർത്താവുമായ ബിജു രാധാകൃഷ്ണനും അമ്മ രാജമ്മാളും കുറ്റക്കാർ. ശിക്ഷാവിധി നാളെ. സരിതാ നായരെ പ്രതിയാക്കണമെന്ന ഹർജി തള്ളി. തിരൂരിൽ നാടോടി ബാലികയെ പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് 30 വർഷം കഠിന തടവ്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കിരീട പോരാട്ടം മുറുകുന്നു. 721 പോയിന്റുമായി കോഴിക്കോടിന്റെ മുന്നേറ്റം. 716 പോയിന്റുമായി പാലക്കാട് രണ്ടാം സ്ഥാനത്ത്. 711 പോയിന്റുമായി തൃശൂർ മൂന്നാമത്. ഫെഡറേഷൻ കപ്പിൽ ചർച്ചിൽ ബ്രദേഴ്സ് ഫൈനലിൽ സെമിയിൽ മോഹൻ ബഗാനെ 2-1 തോൽപ്പിച്ചു. രണ്ടാം മത്സരത്തിൽ ഡെംബോക്കെതിരെ സ്പോർട്ടിംഗ് ഗോവ എതിരില്ലാത്ത ഒരു ഗോളിന് മുന്നിൽ. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ മൂന്നാം ബജറ്റ് അവതരണം നാളെ. സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നുപോകുന്ന അവസരത്തിലാണ് KM മാണി തന്റെ 12ാം ബജറ്റ് അവതരിപ്പിക്കുന്നത്. ആസന്നമായ ലോക്സഭാ തെരഞ്ഞെടുപ്പും ധനമന്ത്രിക്ക് വെല്ലുവിളി ഉയർത്തുന്നു. ബജറ്റിൽ പുതിയ നികുതി നിർദ്ദേശങ്ങൾ ഉണ്ടാകും. ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിക്കും. നികുതി വളർച്ചാ നിരക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് കേരളത്തിന്റെ സമ്പദ്ഘടന. പ്രത്യക്ഷ നികുതിയേക്കാൾ പരോക്ഷ നികുതിയാണ് കേരളത്തിന്റെ പ്രധാന വരുമാനം. മദ്യം, ലോട്ടറി, പെട്രോൾ തുടങ്ങി ഏറെക്കുറെ സർക്കാർ നിയന്ത്രണത്തിലുള്ള മേഖലകളിൽ നിന്നാണ് 43% നികുതിയും ലഭിക്കുന്നത്. വ്യാപാര വാണിജ്യ മേഖലകളിൽ നിന്ന് നികുതി വരുമാനം വർദ്ധിക്കുന്നില്ല. നികുതി വെട്ടിപ്പ് വ്യാപകമായി നടക്കുന്നതാണ് പ്രധാന കാരണം. വരുമാനം കുറയുന്നതിനനുസരിച്ച് ചെലവ് കുറയ്ക്കാൻ കഴിയുന്നുമില്ല. സംസ്ഥാനത്തിന്റെ പൊതുകടം 1 ലക്ഷം കോടി രൂപ കഴിഞ്ഞു. ഏറ്റവും കൂടുതൽ പ്രതിശീർഷ കടമുള്ള സംസ്ഥാനമാണ് കേരളം. അതിനാൽ ഒരു പരിധിക്കപ്പുറം കടമെടുപ്പും സാധ്യമല്ല. വരുമാനത്തിന്റെയും ചിലവിന്റെയും ഈ അന്തരം കാരണം റവന്യൂ കമ്മി വർദ്ധിക്കുകയാണ്. റവന്യൂ കമ്മി കുറച്ചു കൊണ്ടുവന്നാൽ മാത്രമേ കേന്ദ്രത്തിൽ നിന്നുള്ള സഹായങ്ങൾ പ്രതീക്ഷിക്കാനാകൂ. ഇത്തരമൊരു സാഹചര്യത്തിൽ പുതിയ നികുതി നിർദ്ദേശങ്ങൾ നാളെ അവതരിപ്പിക്കുന്ന ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വസ്ത്രങ്ങളുടെ മേലുള്ള നികുതി വർദ്ധിപ്പിക്കും. മോട്ടോർ വാഹനങ്ങളുടെ നികുതി കൂട്ടും. രണ്ടാമത്തെ വാഹനത്തിന് പ്രത്യേക നികുതി ഏർപ്പെടുത്തും. നികുതി വർധനയുടെ പരിക്ക് മറികടക്കാൻ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുക, കുടിശ്ശിക തീർക്കുക, എയ്ഡഡ് സ്കൂൾ അധ്യാപകരുടെ കുടിശ്ശിക തീർക്കുക എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന പ്രഖ്യാപനങ്ങളും ഉണ്ടാകും. മറ്റ് ജനപ്രിയ പ്രഖ്യാപനങ്ങളും തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ പ്രതീക്ഷിക്കാം. മുഹമ്മദ് അസ്ലം, മീഡിയ 1, തിരുവനന്തപുരം. ധനമന്ത്രി KM മാണി തന്റെ 12ാമത്തെ ബജറ്റ് നാളെ അവതരിപ്പിക്കാനിരിക്കെ ഇന്നലെ അദ്ദേഹം നടപ്പ് സാമ്പത്തിക വർഷത്തെ സാമ്പത്തിക അവലോകന റിപ്പോർട്ട് നിയമസഭയിൽ അവതരിപ്പിച്ചു. സംസ്ഥാനത്തിന്റെ റവന്യൂ വരുമാനം കുറഞ്ഞിരിക്കുന്നു, കടം വർദ്ധിച്ചിരിക്കുന്നു എന്നിങ്ങനെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ച് ചില സൂചനകൾ നൽകുന്ന സാമ്പത്തിക അവലോകന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എന്തൊക്കെ നിർദ്ദേശങ്ങളായിരിക്കും വരുന്ന ബജറ്റിൽ ഉണ്ടാകുക എന്നത് ചർച്ച ചെയ്യുന്നു. സ്പെഷ്യൽ എഡിഷൻ. ജോസ് സെബാസ്റ്റ്യൻ സാമ്പത്തിക വിദഗ്ധൻ, BA പ്രകാശ് അദ്ദേഹവും സാമ്പത്തിക വിദഗ്ധനാണ്, പ്രൊഫസർ C രവീന്ദ്രനാഥ് MLA, ഇവർ 3 പേരും തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ നിന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കും. ആദ്യം ജോസ് സെബാസ്റ്റ്യനിലേക്ക്. ശ്രീ ജോസ് സെബാസ്റ്റ്യൻ, ഇന്നലെ ധനമന്ത്രി നിയമസഭയ്ക്ക് മുൻപാകെ വെച്ച സാമ്പത്തിക അവലോകന റിപ്പോർട്ട് സംസ്ഥാനത്തിന്റെ ധനസ്ഥിതിയെക്കുറിച്ച് എന്തെല്ലാം സൂചനകളാണ് നൽകുന്നത്? ബജറ്റ് നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ബജറ്റ് രൂപപ്പെടുത്തുമ്പോൾ എന്തൊക്കെ വെല്ലുവിളികളാണ് ഈ അവലോകന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ധനമന്ത്രിക്ക് മുൻപിൽ ഉണ്ടാകുക? പ്രധാനമായും നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ ഉൽപ്പാദന മേഖലകളുടെ മുരടിപ്പ് തുടരുന്നു എന്നുള്ളതാണ് കണ്ടുവരുന്ന ഒരു പതിവ് ട്രെൻഡ്. ഈ ട്രെൻഡിനെ ഏതെങ്കിലും തരത്തിൽ മറികടക്കുക എന്നതായിരിക്കണം ധനമന്ത്രിയുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാന വെല്ലുവിളി. അദ്ദേഹം കഴിഞ്ഞ 2 ബജറ്റിലൂടെ സംരംഭകത്വ വികസനത്തിന് വേണ്ടിയിട്ട് കൂടുതൽ വിഭവങ്ങൾ മാറ്റിവെക്കുന്ന ചില പദ്ധതികൾ പ്രഖ്യാപിക്കുകയുണ്ടായി. തീർച്ചയായിട്ടും അദ്ദേഹം അത് തുടരണം. അതോടൊപ്പം തന്നെ സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാന മേഖലകളിൽ കൂടുതൽ മുതൽ മുടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിഭവ സമാഹരണത്തിൽ അദ്ദേഹത്തിനെ സംബന്ധിച്ച്
മാറി നിൽക്കാനൊക്കുന്ന പ്രശ്നമേ ഇല്ല. കാരണം അധിക വിഭവ സമാഹരണത്തിലൂടെ മാത്രമേ കേരളത്തിന് അടിസ്ഥാന മേഖലകളിൽ കൂടുതലായിട്ട് മുതൽ മുടക്കാനൊക്കൂ. പ്രധാനമായിട്ടും വ്യവസായവൽക്കരണത്തിൽ ശ്രദ്ധിക്കണം. കാർഷിക മേഖലയിൽ അദ്ദേഹത്തിന് കാർഷിക മേഖലയോടൊരു പ്രത്യേക താല്പര്യമുണ്ട്. ടെക്നോളജി ഓറിയൻറ്റഡ് ആയിട്ടുള്ള അഗ്രികൾച്ചറിന് വേണ്ടി അദ്ദേഹം കഴിഞ്ഞ 2 ബഡ്ജറ്റുകളിലും കുറേ പദ്ധതികൾ പ്രഖ്യാപിച്ചത് നടപ്പിൽ വരുത്തുകയും ചെയ്തു. പക്ഷേ വ്യവസായ വികസനത്തിലൂടെ മാത്രമേ കേരളത്തിന് സ്ഥായിയായ വികസനം ഉണ്ടാകുള്ളൂ. ഇപ്പോൾ 8.2% വളർച്ച ഉണ്ടായി എന്ന് സാമ്പത്തിക സർവേ പറയുന്നു. പക്ഷേ ഈ വളർച്ചയുടെ അടിസ്ഥാനം പുറം വരുമാനം മാത്രമാണ്. ഈ പുറം വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും മാറ്റം വരാവുന്നതാണ്. ഇപ്പോൾ ഗൾഫിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു സാഹചര്യം ഉണ്ടാവുകയോ യൂറോപ്പിലുള്ള ഇപ്പോൾ ഉള്ള ഈ മാന്ദ്യം തുടരുകയോ ചെയ്താൽ കേരളത്തിലോട്ടുള്ള ഈ പുറം വരുമാനം കുറയുകയും പെട്ടെന്ന് തന്നെ ഇന്ന് കാണുന്ന ഈ വളർച്ച ഇല്ലാതാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ സ്ഥായിയായ വികസനത്തിന് വേണ്ടിയിട്ട് വ്യവസായവൽക്കരണത്തിന് കൂടുതൽ മുതൽ മുടക്കാൻ ഉള്ള വിഭവങ്ങൾ അദ്ദേഹം കണ്ടെത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ശരി, പ്രൊഫസർ സി രവീന്ദ്രനാഥ്, കഴിഞ്ഞ വർഷങ്ങളിലെ സാമ്പത്തിക സർവേ റിപ്പോർട്ട് എടുത്ത് പരിശോധിച്ചാൽ മിക്കവാറും റിപ്പോർട്ടുകളിൽ എല്ലാം തന്നെ കാർഷിക മേഖലയിലെ വളർച്ചാ നിരക്കിലെ ഇടിവ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. വ്യാവസായിക മേഖല വേണ്ട രീതിയിൽ വളരുന്നില്ല എന്ന ചൂണ്ടിക്കാണിക്കലും ഉണ്ട്. ഏതാണ്ട് നിർമ്മാണ മേഖല, കെട്ടിട നിർമ്മാണ മേഖല പോലുള്ള മേഖലകളാണ് വളർച്ചാ നിരക്കിലേക്ക് വലിയ തോതിലുള്ള സംഭാവനകൾ നൽകുന്നത് എന്നാണ് സാമ്പത്തിക അവലോകന റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിനെയൊക്കെ അഭിമുഖീകരിക്കുന്ന വിധത്തിലുള്ള നിർദ്ദേശങ്ങൾ കഴിഞ്ഞ ബജറ്റുകളിലൊക്കെ ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ ഇക്കുറിയും അതേ അവസ്ഥ, കാർഷിക മേഖലയിലെ വളർച്ചാ നിരക്കിൻ്റെ കുറവ്, വ്യവസായ മേഖലയിലെ വളർച്ചാ നിരക്കിൻ്റെ കുറവ് ഒക്കെ നിലനിൽക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? കാർഷിക മേഖല വളരെ ഗുരുതരമായ തോതിൽ പിന്നോക്കം പോയിക്കൊണ്ടിരിക്കുകയാണ്. റബ്ബർ ഒഴികെയുള്ള എല്ലാ വിളകളുടെയും വിസ്തീർണം കുറഞ്ഞു വരികയാണ്. അതേപോലെ തന്നെ വ്യവസായ മേഖലയിലും തകർച്ച അനുഭവപ്പെടുകയാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ആവശ്യമായ മൂലധന നിക്ഷേപം നടക്കുന്നില്ല എന്നുള്ളതാണ്. മൂലധന നിക്ഷേപം നടക്കാതിരിക്കാനുള്ള കാരണം നമ്മുടെ നാട്ടിൽ 91 മുതൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന നവലിബറൽ സാമ്പത്തിക നയങ്ങളാണ്. സർക്കാർ പൊതു നിക്ഷേപത്തിൽ നിന്നും പൊതു ഇടപെടലിൽ നിന്നും പിൻവലിയുക എന്ന ഈ നയം എന്ന് നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കി തുടങ്ങിയോ അന്ന് മുതൽ കാർഷിക വ്യാവസായിക മേഖലകൾ തകരാൻ തുടങ്ങി. അടിസ്ഥാന കാരണം അതാണ്. സർക്കാർ പൊതുമേഖലയിലും സർക്കാർ ഉൽപ്പാദന മേഖലയിലും ഇടപെടേണ്ടതില്ല എന്നാണ് ഈ നവലിബറൽ നയം സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാർഷിക മേഖലയ്ക്ക് വൻ തിരിച്ചടി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ തവണ മാണി സാറ് അതിന് മുമ്പിലും കാർഷിക മേഖലയിൽ വലിയ ഇടപെടൽ ഉണ്ടായി എന്ന് സൂചിപ്പിക്കുന്നു. പക്ഷേ അത് ഹൈടെക് കൃഷി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ട അജണ്ട. അത് വേണ്ട എന്നും പറയുന്നില്ല, മോഡേണൈസേഷൻ ആവശ്യമാണ്. പക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ കാർഷിക സംസ്കാരം നിലനിർത്തിക്കൊണ്ട് ജലസേചന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് അടിസ്ഥാന കാർഷിക രീതിയും സംസ്കാരവും നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ മുകളിൽ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ അല്ലെങ്കിൽ മോഡേണൈസേഷൻ എന്നുള്ള സങ്കല്പം നിലനിർത്തിയാൽ മാത്രമേ കാർഷിക മേഖല വളർത്താൻ കഴിയുള്ളൂ. ഇത്തവണത്തെ ഇക്കണോമിക് സർവേ റിപ്പോർട്ട് അനുസരിച്ച് ജലസേചന സൗകര്യങ്ങൾ 6.2% ഒറ്റ വർഷം കൊണ്ട് കുറഞ്ഞിരിക്കുകയാണ്. ഒറ്റ വർഷം കൊണ്ട്. അങ്ങനെ ജലസേചന സൗകര്യങ്ങൾ കുറയുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് കൃഷി വർദ്ധിക്കുക? കൃഷി വർദ്ധിക്കണം എന്നുണ്ടെങ്കിൽ ആവശ്യമായ അടിസ്ഥാന മേഖലകളിൽ സർക്കാർ മുതൽ മുടക്കണം. അങ്ങനെ മുതൽ മുടക്കാൻ പറ്റാത്ത അന്തരീക്ഷം റവന്യൂ കമ്മി വർദ്ധിച്ച് വരുമ്പോൾ ഉണ്ടാവുകയാണ്. റവന്യൂ കമ്മി വർദ്ധിക്കാനുള്ള കാരണം പരോക്ഷ നികുതി വർദ്ധിപ്പിച്ചു. പല കാരണങ്ങളുണ്ട്. പ്രധാനപ്പെട്ട കാരണം പരോക്ഷ നികുതി വർദ്ധിപ്പിച്ചു, നികുതി പിരിവ് ഇഫക്റ്റീവ് ആകുന്നില്ല, അങ്ങനെ പല കാരണങ്ങളും. അപ്പോൾ കമ്മി കൂടുന്തോറും കടം വാങ്ങുന്നത് കമ്മി നികത്താൻ ഉപയോഗിക്കുന്നതിനാൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിന് കഴിയുന്നില്ല, മൂലധന നിക്ഷേപത്തിന് കഴിയുന്നില്ല. ആ നിക്ഷേപം വർദ്ധിപ്പിച്ചുകൊണ്ട് മാത്രമേ കാർഷിക വ്യവസായ മേഖലയെ വളർത്താൻ കഴിയൂ. ചുരുക്കത്തിൽ ഈ നയത്തിലൂടെ സംസ്ഥാനം മുന്നോട്ട് പോയാൽ ഇനിയും കാർഷിക വ്യവസായ മേഖലകൾ തകരും. അതുകൊണ്ട് ഇതിന് ബദലായി മൂലധന നിക്ഷേപം സർക്കാർ ഇടപെടൽ വർദ്ധിപ്പിക്കുന്ന ഒരു നയം ബജറ്റിലൂടെ ഉണ്ടായാൽ മാത്രമേ കാർഷിക വ്യാവസായിക മേഖലകളെ വളർത്താൻ കഴിയൂ എന്നാണ് എൻ്റെ അഭിപ്രായം. ശരി, ബി എ പ്രകാശിലേക്ക്. ബി എ പ്രകാശ്, ഇവിടെ പ്രൊഫസർ സി രവീന്ദ്രനാഥ് ചൂണ്ടിക്കാണിക്കുന്നത് സർക്കാരിൻ്റെ നിക്ഷേപം
കാർഷിക വ്യാവസായിക മേഖലകളിൽ ചുരുങ്ങുന്നു. അതിൻ്റെ കൂടി ഭാഗമായാണ് കാർഷിക മേഖലയിൽ വളർച്ചാ നിരക്ക് വർദ്ധിക്കാത്തത്. ജലസേചന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ, വ്യാവസായിക വികസനത്തിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ നിക്ഷേപം നടത്താൻ സർക്കാരിന് സാധിക്കുന്നില്ല. സർക്കാരിന് സാധിക്കാത്തതിൻ്റെ പ്രധാന കാരണം റവന്യൂ വരുമാനം അല്ലെങ്കിൽ റവന്യൂ കമ്മി വർദ്ധിച്ചു വരുന്നതാണ്. ഈ ഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ പിന്തുടരുന്ന നയങ്ങൾ UPA സർക്കാരിൻ്റെ നയങ്ങളുമായി യോജിച്ചു നിൽക്കുന്നതാണ്. സ്വകാര്യ മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന നയം സർക്കാർ പിന്തുടരുന്നുണ്ട്. സർക്കാർ നിക്ഷേപം നടത്താതിരിക്കുന്നു, എന്നാൽ സ്വകാര്യ മേഖലയിൽ നിന്ന് വേണ്ടത്ര നിക്ഷേപം ആകർഷിക്കാൻ കഴിയാതെ പോകുന്നു. ഇത് രണ്ടും ചേരുന്നതല്ലേ സാമ്പത്തിക സർവേ ചൂണ്ടിക്കാണിക്കുന്ന വളർച്ചാ നിരക്കിലെ കുറവിന് പ്രധാനപ്പെട്ട കാരണം? നമ്മൾ ഈ ചർച്ചയിൽ ഒരു കാര്യം നമ്മൾ വ്യക്തമാക്കേണ്ടതുണ്ട്. ഒന്ന്, സമ്പദ്ഘടനയുടെ മൊത്തത്തിലുള്ള വളർച്ച. രണ്ട്, സംസ്ഥാന സർക്കാരിൻ്റെ ധനസ്ഥിതി. ഇപ്പോൾ ഈ പല മാനദണ്ഡങ്ങളിൽ വെച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലും കേരള എക്കോണമിയുടെ അല്ലെങ്കിൽ സമ്പദ്ഘടനയുടെ സ്ഥിതി മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മെച്ചമാണ്. നമ്മുടെ പിന്നീട് വളർച്ചാ നിരക്ക് കൂടുതലാണ്, നമ്മുടെ പെർ ക്യാപിറ്റ ഇൻകം കൂടുതലാണ്, പല മേഖലകളിലും നമ്മൾ മെച്ചമായിട്ടൊരു അന്തരീക്ഷമുണ്ട്. പക്ഷേ നമ്മളിവിടെ ബഡ്ജറ്റിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ കാണേണ്ടത് സംസ്ഥാന സർക്കാരിൻ്റെ ധനസ്ഥിതി. ഈ സംസ്ഥാന സർക്കാരിൻ്റെ ധനസ്ഥിതി എന്ന് പറയുമ്പോൾ ഈ സംസ്ഥാന സർക്കാരിനുള്ള ബഡ്ജറ്റിൻ്റെക്കാളും വലിയ തുക നമുക്കിവിടെ പിന്നീട് ഗൾഫിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നും വിദേശ പണമായിട്ട് കിട്ടുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ സംസ്ഥാനത്തിൻ്റെ മൊത്തത്തിലുള്ള വികസനത്തിനെയും മറ്റ് ഘടകങ്ങളെയും ഒരുപാട് ഘടകങ്ങൾ ആശ്രയിച്ച് നിൽക്കുന്നു എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം, സംസ്ഥാന സർക്കാരിൻ്റെ ധനസ്ഥിതി എത്രത്തോളം മെച്ചമാണ്, അത് മോശമാണോ? എൻ്റെ ഒരു വിലയിരുത്തൽ ഇന്ന് സംസ്ഥാന സർക്കാരിൻ്റെ ധനസ്ഥിതി വളരെ മോശമാണ്, ഒരു ക്രിട്ടിക്കലായിട്ടുള്ള ഒരു നിലയിലാണെന്ന് ഞാൻ പറയും. കാരണം കടം മേടിച്ചിട്ട് നിത്യനിദാന ചെലവുകൾ സർക്കാർ നടത്തേണ്ട ഒരു അവസ്ഥയിൽ നിൽക്കുന്നു. ധനക്കമ്മി കൂടുന്നു, അതോടൊപ്പം തന്നെ റവന്യൂ കമ്മി കൂടുന്നു, പിന്നീട് നിത്യനിദാന ചെലവുകൾക്ക് പോലും കടം വാങ്ങിക്കുന്നു, കടം വളരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. സർക്കാർ മാത്രമല്ല, പിന്നെ KSRTC പോലുള്ള KSRTC, യൂണിവേഴ്സിറ്റികൾ, അല്ലെങ്കിൽ വാട്ടർ അതോറിറ്റി, ഇതുപോലുള്ള മറ്റ് ഓട്ടോണമസ് ബോഡീസും സ്ഥാപനങ്ങളും രൂക്ഷമായിട്ടുള്ള ഒരു ധനപ്രതിസന്ധിയിലാണ്. പെൻഷൻ പേയ്മെൻ്റ് ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് KSRTCയിലും അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികളും മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിൽ നിന്നെല്ലാം കാണുന്നത്, നമ്മുടെ മുന്നിലുള്ള സ്ഥിതിവിവര കണക്കുകളിൽ നിന്നെല്ലാം നമ്മൾ കാണുന്നത് സർക്കാർ തീർച്ചയായിട്ടും ഒരു ധനകാര്യ പ്രതിസന്ധിയിലാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ ബഡ്ജറ്റിൽ ഏറ്റവും പ്രാധാന്യം നമ്മൾ കൊടുക്കേണ്ടത് തീർച്ചയായിട്ടും ധനസ്ഥിതി മെച്ചമാക്കേണ്ടതാണ്. ധനസ്ഥിതി മെച്ചമാക്കിയാൽ മാത്രമേ ഫലപ്രദമായിട്ട്. ശ്രീ BA പ്രകാശ്, താങ്കൾ സൂചിപ്പിക്കുന്നത് പോലെ ഈ ബജറ്റിൽ ധനസ്ഥിതി മെച്ചപ്പെടുത്താനുള്ള അതിന് ഊന്നൽ കൊടുക്കണമെങ്കിൽ ധനകാര്യമന്ത്രിയായിരിക്കുന്ന KM മാണിക്ക് മുന്നിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരു വെല്ലുവിളിയായുണ്ട്. അദ്ദേഹത്തിന് അധിക വിഭവ സമാഹരണത്തിന് നികുതികൾ വർദ്ധിപ്പിക്കുക എന്ന രീതിയോട് അത്രയൊന്നും യോജിച്ചു പോകാൻ തൽക്കാലം ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കെ സാധിക്കില്ല. അതായത് നികുതിയേതര വരുമാനം വർദ്ധിപ്പിക്കുക എന്ന ആശയത്തിലേക്ക് അദ്ദേഹത്തിന് മാറേണ്ടി വന്നേക്കാം. നമ്മൾ ലോക്സഭാ ഇലക്ഷനും മറ്റ് രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ നമ്മളിരിക്കട്ടെ, പക്ഷേ ഇവിടെ സംസ്ഥാനം രൂക്ഷമായിട്ടുള്ള ഒരു ധനകാര്യ പ്രതിസന്ധിയിലാണ്. അതായത് പെൻഷൻ പേയ്മെൻറ്റ് മുടങ്ങുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ ഒരു ബഡ്ജറ്റിലെ ഒരു എക്കോണമിസ്റ്റ് എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത്. നമ്മളിപ്പോൾ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളും മറ്റ് ഒരുപാട് ഘടകങ്ങളും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ ഇപ്പോൾ KSRTCയിൽ 2 മാസമായിട്ട് ഇപ്പോൾ പെൻഷൻ കൊടുക്കാൻ കഴിയാത്തൊരവസ്ഥ നിലനിൽക്കുന്നു. യൂണിവേഴ്സിറ്റികളിൽ പെൻഷൻ കൊടുക്കാൻ വളരെ സ്ട്രഗിൾ ചെയ്യുന്നു. അവരെ PF അല്ലെങ്കിൽ മറ്റ് സോഴ്സ് പണം കടമെടുത്തൊക്കെയാണ് പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നീട് സർക്കാരിൻ്റെ തന്നെ ധനസ്ഥിതി വളരെ മോശമാകുന്നു. ഇപ്പോൾ കോൺട്രാക്ടേഴ്സിന് ഇത് പിന്നെ പേയ്മെൻറ്റ്സ് കൊടുക്കാൻ കഴിയാത്തൊരവസ്ഥ നിലനിൽക്കുന്നു. അപ്പോൾ ഇതൊന്നും കാണാതെ നമ്മൾ വെറും രാഷ്ട്രീയവും ലോക്സഭാ ഇലക്ഷനൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. സർക്കാരിൻ്റെ ധനസ്ഥിതി മെച്ചമായില്ലെങ്കിൽ തീർച്ചയായിട്ടും സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഒരു മേഖലയിലൊന്നും ചെയ്യാത്തൊരവസ്ഥ ഉണ്ടാകുന്നു. വികസനം പോയിട്ട് നിത്യനിദാന ചെലവുകൾ പോലും നടത്താൻ സാധിക്കാത്ത ഒരു അവസരത്തിൽ പിന്നെ വേറെ എന്ത് വികസനത്തെ പറ്റിയാണ് നമ്മൾ പറയേണ്ടത്? ശരി, പ്രൊഫസർ സി രവീന്ദ്രനാഥ്, ഇവിടെ ഡോക്ടർ BA പ്രകാശ് ചൂണ്ടിക്കാണിക്കുന്നത് പോലെ ധനസ്ഥിതി വളരെ മോശം അവസ്ഥയിലാണ്. റവന്യൂ കമ്മി വർദ്ധിച്ചു വരുന്നത് ഈ
UDF സർക്കാരിൻ്റെ കാലത്ത് മാത്രമല്ല LDF സർക്കാരിൻ്റെ കാലത്തും റവന്യൂ കമ്മി വർദ്ധിച്ചു വരുന്ന പ്രവണത ഉണ്ടായിട്ടുണ്ട്. ധനക്കമ്മി നിയന്ത്രിക്കുന്നതിലുള്ള പരാജയം സംഭവിച്ചിട്ടുമുണ്ട്. അതിന് മറ്റു കാരണങ്ങളുണ്ടാവാം. ആഗോള സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ പശ്ചാത്തലം, ആ സമയത്ത് സംസ്ഥാന സർക്കാർ തന്നെ കൂടുതൽ നിക്ഷേപത്തിന് തയ്യാറായത്, ഇതൊക്കെ അതിന് ഘടകമായിട്ടുണ്ടാവാം. പക്ഷേ ധനകാര്യ മാനേജ്മെൻറ്റ് എന്നത് ഇപ്പോൾ BA പ്രകാശ് ചൂണ്ടിക്കാണിക്കുന്നത് പോലെ സംസ്ഥാനത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ ഭദ്രമാക്കി നിർത്തത്തക്ക വിധത്തിലുള്ള നടപടികൾ സ്വീകരിക്കുന്നതിൽ തുടർന്നു വരുന്ന സർക്കാരുകൾ വേണ്ടത്ര കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല എന്ന തോന്നൽ താങ്കൾക്കുണ്ടോ? പ്രത്യേകിച്ച് ജനപ്രിയ പരിപാടികൾ കൂടുതലായി നടപ്പാക്കേണ്ട സമ്മർദ്ദം സർക്കാരുകൾ സ്വാഭാവികമായി തന്നെ നേരിടുന്നുണ്ട്. ഈ എല്ലാ സർക്കാരുകളുടെ കാലത്തും ഈ റവന്യൂ വരുമാനം കുറഞ്ഞു എന്ന് പറയുന്നത് വസ്തുതാപരമായി ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. 2006 മുതൽ 2011 വരെ റവന്യൂ വരുമാനം എല്ലാ വർഷവും വർദ്ധിച്ചു വരികയാണുണ്ടായത്. 2010-11 കാലയളവിൽ 22% വരെ 22.3% വരെ റവന്യൂ വരുമാന വർധനവുണ്ടായിട്ടുണ്ട്. അന്ന് റവന്യൂ കമ്മി കുറയുകയും കടത്തിൻ്റെ വർധനാ നിരക്ക് കുറയുകയും പലിശയുടെ വർധനാ നിരക്ക് കുറയുകയും ചെയ്തു. അങ്ങനെയാണ് കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ സ്വല്പമെങ്കിലും ഒരു മെച്ചമുണ്ടായത്. അങ്ങനെ മെച്ചമുണ്ടാവാനുള്ള കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നവലിബറൽ നയങ്ങൾക്ക് ബദലായ ഒരു നയം നടപ്പിലാക്കി എന്നുള്ളതാണ്. ആ ബദൽ നയത്തിലെ പ്രധാനപ്പെട്ട ആശയം ധനക്കമ്മി കുറയ്ക്കുന്നതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതില്ല. ധനക്കമ്മി കൂടിക്കോട്ടെ എന്ന് പറയുന്നില്ല, എങ്കിലും ധനക്കമ്മി കൂടുന്ന എന്നുള്ളതിൽ വലിയ ആശങ്ക വേണ്ട. ധനക്കമ്മി കുറയ്ക്കാൻ വേണ്ടി കൂടുതൽ ശ്രദ്ധിക്കണമെന്ന ലോകബാങ്കിൻ്റെ നയത്തെ എതിർത്തുകൊണ്ട് ധനക്കമ്മിയിൽ കൂടുതൽ ശ്രദ്ധിക്കാതെ റവന്യൂ കമ്മി കുറയ്ക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അത് സർക്കാർ ചെലവ് കുറച്ചുകൊണ്ടല്ല, സർക്കാർ ജനങ്ങൾക്ക് കൊടുത്ത സമ്പത്ത് കൊടുത്തുകൊണ്ട് അവരുടെ പരോക്ഷ നികുതി വർദ്ധിപ്പിക്കാതെ അവരുടെ വാങ്ങൽ ശേഷി വർദ്ധിപ്പിച്ച് കച്ചവടം കൂടുതൽ വർദ്ധിപ്പിച്ച് റവന്യൂ വരുമാനം വർദ്ധിപ്പിച്ചാണ് റവന്യൂ കമ്മി കുറയ്ക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇപ്പോൾ സർക്കാർ കൂടുതൽ പരോക്ഷ നികുതി വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. വിലക്കയറ്റവും പണപ്പെരുപ്പവും രൂപയുടെ മൂല്യത്തകർച്ചയും നിൽക്കുന്ന സമയത്ത് പരോക്ഷ നികുതി വർദ്ധിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ജനങ്ങളുടെ വാങ്ങൽ ശേഷി കുറയും. ആ വാങ്ങൽ ശേഷി കുറയുമ്പോൾ സർക്കാരിൻ്റെ റവന്യൂ വരുമാനം കുറയും. അതുമാത്രമല്ല, പല റവന്യൂ വരുമാനങ്ങൾക്കും സ്റ്റേ കൊടുത്തുകൊണ്ട് പല പ്രഷറും കാരണം സർക്കാരിന് റവന്യൂ പിരിക്കാൻ പറ്റുന്നില്ല. അപ്പം അതുകൊണ്ട് ഇതിന് ബദലായി ജനങ്ങൾക്ക് ആനുകൂല്യം കൊടുത്ത് ജനങ്ങളുടെ വാങ്ങൽ ശേഷി വർദ്ധിപ്പിച്ച് പരോക്ഷ നികുതി കുറച്ച് റവന്യൂ വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിയും എന്ന് കഴിഞ്ഞ 5 വർഷം ഇടതുപക്ഷ പ്രൊഫസർ സി രവീന്ദ്ര, താങ്കൾ സൂചിപ്പിച്ചത് കഴിഞ്ഞ ഇടത് സർക്കാരിൻ്റെ കാലത്ത് ഡോക്ടർ തോമസ് ഐസക് ധനകാര്യമന്ത്രിയായിരിക്കെ റവന്യൂ വരുമാനം വർദ്ധിച്ചു വന്നിരുന്നു തുടർന്നുള്ള വർഷങ്ങളിൽ എന്നത് വസ്തുത തന്നെയാണ്. അക്കാലത്ത് ധനക്കമ്മിയെക്കുറിച്ച് കാര്യമായി ചിന്തിക്കാതെ ചെലവുകൾ നടത്തണം എന്ന സിദ്ധാന്തം തന്നെയാണ്. കടമെടുത്താലും കുഴപ്പമില്ല, കടമെടുക്കുന്നത് വലിയൊരു പാപമല്ല എന്ന മട്ടിലാണ് അന്ന് തോമസ് ഐസക് പ്രതികരിച്ചിരുന്നത്. പക്ഷേ ഈ കടമെടുപ്പ് ഉൽപ്പാദന മേഖലകളിലേക്ക് വേണ്ടത്ര രീതിയിൽ പ്രൊഡക്റ്റീവ് സെക്ടറിലേക്ക് പോയില്ല എന്ന ഒരു ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. അതാണ് ധനക്കമ്മി വർദ്ധിച്ചു വരാൻ കാരണവും വർദ്ധിച്ച ധനക്കമ്മി സാമ്പത്തിക സ്ഥിതിക്ക് അപകടകരമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയതും എന്നൊരാക്ഷേപവുമുണ്ട്. സ്വാഭാവികമായിട്ട് ശരിയാണ്. കമ്മി വർദ്ധിച്ചു നിൽക്കുന്ന സമയത്ത് എടുക്കുന്ന കടം മുഴുവനായിട്ടും മൂലധന നിക്ഷേപത്തിലേക്ക് എത്തിക്കാൻ കഴിയില്ല, സ്വാഭാവികമാണത്. പക്ഷേ അവിടെ ആദ്യം ചെയ്യേണ്ടത് റവന്യൂ കമ്മി കുറയ്ക്കലാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് അതാണ്. റവന്യൂ കമ്മി കുറച്ച് കൊണ്ടുവരുമ്പോൾ എടുക്കുന്ന കടം കൂടുതലായി മൂലധന നിക്ഷേപത്തിലേക്ക് മാറ്റാൻ കഴിയും. അങ്ങനെ റവന്യൂ കമ്മി കുറയ്ക്കുന്ന ട്രസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കാൻ പറ്റും. അങ്ങനെ മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കാൻ പറ്റുന്ന സാഹചര്യത്തിൽ കൂടുതൽ കടമെടുത്തുകൊണ്ട് കുഴപ്പമില്ല എന്നുള്ള നിലപാടാണ് ബദൽ ഐസക്കിൻ്റെ സാമ്പത്തിക നയത്തിനുണ്ടായിരുന്നത്. അത് 5 കൊല്ലം കൊണ്ട് റവന്യൂ കമ്മി കുറയിലും ആ അവസ്ഥയിൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടാനുള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ തുടർന്നുള്ള വർഷങ്ങളിൽ അതേ നിലനിർത്തിക്കൊണ്ട്, അതായത് റവന്യൂ കമ്മി കുറച്ചുകൊണ്ട് കൂടുതൽ കടമെടുത്ത് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം. തീർച്ചയായും ഒരു 5-10 കൊല്ലത്തെ അത്തരത്തിലുള്ള തുടർച്ചയായ ഒരു സാമ്പത്തിക നയം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ അപകടകരമായ ഒരു സമ്പദ് വ്യവസ്ഥയിൽ നിന്ന്. ശരി, മടങ്ങിയെത്താം പ്രൊഫസർ സി രവീന്ദ്രനാഥ്. ഒരിക്കൽ കൂടി ജോർജ് സെബാസ്റ്റ്യനിലേക്ക്. ശ്രീ ജോർജ് സെബാസ്റ്റ്യൻ, ഇപ്പോൾ BA പ്രകാശും പ്രൊഫസർ സി രവീന്ദ്രനാഥും ഉന്നയിച്ച 2 പ്രശ്നങ്ങൾ. ഒന്ന്, സാമ്പത്തിക
നില സംസ്ഥാനത്തിൻ്റേത് വളരെ പരുങ്ങലിലാണ് എന്ന് BA പ്രകാശ് ചൂണ്ടിക്കാണിക്കുന്നു. പ്രൊഫസർ C രവീന്ദ്രനാഥ് ചൂണ്ടിക്കാണിക്കുന്നത് ധനക്കമ്മി ഒരു പ്രശ്നമാക്കേണ്ടതില്ല, റവന്യൂ കമ്മി കുറച്ചു കൊണ്ടുവരികയും കൂടുതൽ കടമെടുത്ത് ഉൽപ്പാദന മേഖലയിൽ നിക്ഷേപം നടത്താൻ പാകത്തിൽ സംസ്ഥാന സർക്കാരിന് സാഹചര്യമൊരുക്കുകയും ചെയ്യുക എന്നതാണ് വേണ്ടത് എന്ന്. ഇന്നത്തെ സാഹചര്യത്തിൽ ഇത്തരം നടപടികൾ സ്വീകരിക്കണമെങ്കിൽ ധനമന്ത്രി KM മാണിക്ക് മുന്നിലുള്ള പോംവഴി എന്താണ്? പരോക്ഷ നികുതി വർദ്ധിപ്പിക്കാതിരിക്കണമെങ്കിൽ പ്രത്യക്ഷ നികുതി കൂട്ടേണ്ടി വരും, അല്ലെങ്കിൽ നികുതിയേതര വരുമാനങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് മാർഗങ്ങൾ കണ്ടെത്തേണ്ടി വരും. ഇതിലേതായിരിക്കും ധനമന്ത്രിക്ക് മുന്നിൽ സ്വീകാര്യമായി ഉണ്ടാവുക? തീർച്ചയായിട്ടും അദ്ദേഹം നികുതി നിരക്കുകൾ വർദ്ധിപ്പിക്കുക എന്നതിനേക്കാളേറെ നികുതിയുടെ ഭരണം കൂടുതൽ ശക്തമാക്കിക്കൊണ്ട് തന്നെ കേരളത്തിൽ വൻതോതിൽ വിഭവ സമാഹരണത്തിനുള്ള സാധ്യതകളുണ്ട്. കാരണം കേരളത്തിൻ്റെ മൊത്തം തനത് വരുമാനത്തിൽ 43% ലോട്ടറി, ലിക്കർ, മദ്യം, പെട്രോൾ എന്നീ 3 വിഭാഗങ്ങളിൽ നിന്നാണ്. മറ്റ് വിഭാഗങ്ങളിൽ നിന്നുള്ള നികുതി വരുമാനം കാര്യമായി വർദ്ധിക്കുന്നില്ല. അവിടെ കൂടുതൽ കാര്യക്ഷമമായ ഭരണ സംവിധാനങ്ങളിലൂടെ തന്നെ അദ്ദേഹത്തിന് കൂടുതൽ റിസോഴ്സസ്, കൂടുതൽ വിഭവങ്ങൾ സമാഹരിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കേരളത്തിലുണ്ടായിരിക്കുന്ന ഒരു കാര്യം, കഴിഞ്ഞ 50 വർഷത്തിനിടയിൽ നമ്മുടെ നികുതിയേതര വരുമാനവും അതുപോലെ തന്നെ പ്രത്യക്ഷ നികുതികളിൽ നിന്നുള്ള വരുമാനവും വളരെയധികം കുറഞ്ഞു വരികയാണ്. ഈ മേഖലയിൽ ഉദാഹരണമായിട്ട് നമ്മുടെ കോളേജുകളിലെയും ഫീസുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടും നമ്മുടെ ആരോഗ്യ മേഖലയിൽ സമ്പന്ന വിഭാഗത്തിനെങ്കിലും ഉയർന്ന സേവനങ്ങൾക്കുള്ള നിരക്കുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടും വൻതോതിൽ വിഭവ സമാഹരണത്തിനുള്ള സാധ്യതകളുണ്ട്. അദ്ദേഹം തീർച്ചയായിട്ടും ഈ മേഖലകളിൽ ഏതെങ്കിലും കൈവയ്ക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപഭോഗം നടക്കുന്ന സംസ്ഥാനമാണ് കേരളം. ദേശീയ സാമ്പിൾ സർവേയുടെ കണക്കുകൾ പ്രകാരം 1999-2000 വർഷം മുതൽ പ്രതിശീർഷ ഉപഭോഗത്തിൽ ഏറ്റവും കൂടുതൽ ഉപഭോഗം നടക്കുന്ന സംസ്ഥാനമാണ്. പക്ഷേ കേരളത്തിലെ നികുതി, തനത് നികുതി ഉപഭോഗത്തിൻ്റെ ഒരു ശതമാനം എന്നുള്ള രീതിയിൽ എടുക്കുമ്പോൾ കേരളത്തിന് 3-ാം സ്ഥാനം മാത്രമേ ഉള്ളൂ. അതിനർത്ഥം ഇനിയും കൂടുതൽ നികുതി ഭാരം വഹിക്കാനുള്ള കപ്പാസിറ്റിയുള്ള, അതിനുള്ള ശേഷിയുള്ള ജനമാണ് കേരളം. വികസനത്തിന് വേണ്ടി കൂടുതലായിട്ടുള്ള നികുതികൾ ഏർപ്പെടുത്തിക്കൊണ്ട് തന്നെയോ വികസിതമായ എല്ലാ സമൂഹങ്ങളും മുന്നോട്ട് പോയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ശ്രീ രവീന്ദ്രനാഥ് സൂചിപ്പിച്ചതുപോലെ അമിതമായ നികുതി ഭാരം കേരളത്തിലുണ്ട് എന്നുള്ള രീതിയിൽ അദ്ദേഹം സംസാരിച്ചതായിട്ട് എനിക്ക് തോന്നുന്നു. പക്ഷേ അതിന് യാതൊരുവിധ അടിസ്ഥാനമില്ല. കേരളത്തിലെ നമ്മുടെ പൊതുസേവനങ്ങളുടെ നിലവാരവും അതുപോലെ തന്നെ കേരളത്തിൻ്റെ ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ്, ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ വികസിത രാജ്യങ്ങളോട് കിടപിടിക്കുന്ന കേരളം പോലുള്ള സംസ്ഥാനം ഉയർന്ന നികുതി നിരക്കുകൾ, ഉയർന്ന നികുതി തന്നെ നൽകാൻ തയ്യാറാകണം. ജനങ്ങളെ അതിനുവേണ്ടി പ്രേരിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. ഇതിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഒരു സമൂഹത്തിന് മുന്നോട്ട് പോകാൻ ഒക്കുകയില്ല. അതേസമയം തന്നെ ദുർബല വിഭാഗങ്ങളിലും പാവപ്പെട്ടവരുടെയും നികുതി ഭാരം കുറയ്ക്കത്തക്ക വിധത്തിലുള്ള ഏർപ്പാടുകൾ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ പരിഹാരം. ശരി, പ്രൊഫസർ C രവീന്ദ്രനാഥ്, ഇവിടെ ജോസ് സെബാസ്റ്റ്യൻ വാദിക്കുന്നത് പോലെ പ്രത്യക്ഷ നികുതി വർദ്ധിപ്പിക്കുന്നതിൽ കാലാകാലങ്ങളായി സർക്കാരുകൾക്ക് മടി ഉണ്ടാകുന്നുണ്ടോ? പ്രത്യേകിച്ച് 5 വർഷത്തെ കാലപരിധി എടുത്താൽ 3 തെരഞ്ഞെടുപ്പുകൾ, ഒന്ന് തദ്ദേശഭരണ തെരഞ്ഞെടുപ്പ്, ഒന്ന് പാർലമെന്റ് തെരഞ്ഞെടുപ്പ്, പിന്നീട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഈ 3 തെരഞ്ഞെടുപ്പുകൾ 5 വർഷത്തെ കാലപരിധിക്കുള്ളിൽ സംസ്ഥാന സർക്കാരുകൾ അഭിമുഖീകരിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ പ്രത്യക്ഷ നികുതികൾ, വ്യക്തികളെ നേരിട്ട് ബാധിക്കുന്ന നികുതികൾ വർദ്ധിപ്പിക്കുന്നതിൽ കാലങ്ങളായി സർക്കാരുകൾ മടി കാണിക്കുന്നുണ്ടോ? സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക ഭദ്രത കണക്കിലെടുത്ത് അതിലൊക്കെ ഒരു പുനർവിചിന്തനം ആവശ്യമായി വരില്ലേ? തീർച്ചയായിട്ടും. കാരണം കേരളത്തിൻ്റെ 50 വർഷത്തെ വരുമാനത്തെക്കുറിച്ച് ഞാൻ പഠിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് വ്യക്തമായൊരു കാര്യം, പരോക്ഷ നികുതിയിൽ ചില പ്രത്യേക മേഖലകളിൽ മാത്രമാണ് നമ്മൾ എല്ലാ കാലത്തും കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഉദാഹരണമായിട്ട് 105% ലിക്കറിൻ്റെ മേലുള്ള, മദ്യത്തിൻ്റെ മേലുള്ള നികുതി. ഈ മദ്യത്തിന് 105% നികുതി കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ മദ്യം കഴിക്കുന്ന പാവപ്പെട്ടവരുടെ മേലുള്ള നികുതി ഭാരം മദ്യം കഴിക്കാത്ത സമ്പന്നരേക്കാൾ എത്രയോ കൂടുതലായിരിക്കും. അതുപോലെ തന്നെയാണ് ഭാഗ്യക്കുറിയെ ആശ്രയിക്കുന്നത്. ഭാഗ്യക്കുറി ഇപ്പം പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഭാഗ്യക്കുറി നടത്തുന്ന ഒരു സ്ഥിതിയിലോട്ട് സംസ്ഥാനം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാനമായ ഒരു പ്രശ്നം, സമ്പന്നരുടെ മേലുള്ള നികുതി ഭാരം കുറയുകയും പാവപ്പെട്ടവരുടെ ജോസ് സെബാസ്റ്റ്യൻ താങ്കളിലേക്ക് മടങ്ങി വരാം.
ശ്രീ ജോസഫ് സെബാസ്റ്റ്യൻ താങ്കളിലേക്ക് മടങ്ങി വരാം. രവീന്ദ്രനാഥിലേക്ക്. ശ്രീ രവീന്ദ്രനാഥ്, നേരത്തെ ഞാൻ ചോദിച്ചത് 5 വർഷത്തെ കാലപരിധിക്കുള്ളിൽ ഒരു 3 തെരഞ്ഞെടുപ്പുകളെങ്കിലും സർക്കാരുകൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രത്യക്ഷ നികുതി വർദ്ധിപ്പിക്കുന്നതിനും അതിലൂടെ അധിക വിഭവ സമാഹരണം നടത്തുന്നതിനും ഏത് സർക്കാരാണെങ്കിലും മടി കാണിക്കുന്നുണ്ടോ? ആ നിലപാടുകളിലൊക്കെ ഒരു മാറ്റം വരേണ്ട സമയം ആയെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? മാറ്റം വരണമെന്ന് ഞങ്ങളൊക്കെ വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. കേന്ദ്ര സർക്കാർ ഇപ്പോൾ കോർപ്പറേറ്റ് ടാക്സിന് ഇളവ് കൊടുക്കുകയാണ്, ഇൻകം ടാക്സിന് ഇളവ് കൊടുക്കുകയാണ്, ക്യാപിറ്റൽ ഗെയിൻ ടാക്സിന് ഇളവ് കൊടുക്കുകയാണ്. അതേസമയം പരോക്ഷ നികുതി കൂട്ടുകയും ചെയ്യുകയാണ്. ഇതാണ് നവലിബറൽ നയത്തിൻ്റെ ഏറ്റവും അപകടം എന്ന് വർഷങ്ങളായിട്ട് ഞങ്ങൾ പറയുന്നതാണ്. സംസ്ഥാനത്തെ സംബന്ധിച്ച് ഈ പ്രത്യക്ഷ നികുതി വളരെ വളരെ കുറവാണ്, പരോക്ഷ നികുതിയാണ് കൂടുതലുള്ളത്. ആ പരോക്ഷ നികുതി വർദ്ധിപ്പിക്കുവാൻ ഇവർ രണ്ടുപേരും പറഞ്ഞു വിട്ട് ഒരുപാട് സാധ്യതകളുണ്ട്. കേരളത്തിൽ 1200 കോടി രൂപയെ കഴിഞ്ഞവണ നികുതി വർധനമുണ്ടായത്. 1200 കോടി രൂപ. കേരളത്തിലെ ഈ വളരെ പരിതാപകരമായൊരവസ്ഥയിൽ തൊഴിലില്ലായ്മ അഖിലേന്ത്യാ ശരാശരിയേക്കാൾ 3 ഇരട്ടി നിൽക്കുന്ന കേരളത്തിൽ 1200 കോടി രൂപ നികുതി വർധനവ് കഴിഞ്ഞ തവണ ഏർപ്പെടുത്തി. എന്നിട്ടാണ് നികുതി അത്ര അധികമില്ല എന്ന് പറയുന്നത്. അതാണ് കേരളത്തിൻ്റെ ഇത്തവണത്തെ റവന്യൂ വരുമാനം കുറയാനുള്ള കാരണം. ജനങ്ങളുടെ വാങ്ങൽ ശേഷി വീണ്ടും കുറയും. കേരളത്തിൽ നികുതി വെട്ടിപ്പ് തടയുക 1, 2 ടാക്സ് നെറ്റ് നല്ലപോലെ വികസിപ്പിക്കുക, നികുതി ചോർച്ച തടയുക, അതുപോലെ നോൺ ടാക്സ് റവന്യൂ വർദ്ധിപ്പിക്കുക. ഒരുപാട് മേഖലകളിലേക്ക് ഇനി നോൺ ടാക്സ് റവന്യൂ വർദ്ധിപ്പിക്കാൻ പറ്റും. ജനങ്ങളുടെ നേരിട്ട് ഓരോരുത്തരുടെയും കയ്യിൽ നിന്നും വരുമാനം വരാതെ നോൺ ടാക്സ് റവന്യൂ വർദ്ധിപ്പിക്കലും അതുപോലെ തന്നെ അഴിമതി ഇല്ലാതാക്കലും ടാക്സ് ചോർച്ച തടയുകയും ചെയ്തു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ റവന്യൂ വരുമാനം വർദ്ധിപ്പിക്കാൻ പറ്റും. പറ്റാത്തതൊന്നുമല്ല കേരളത്തിൽ. ഇത് തെരഞ്ഞെടുപ്പുണ്ടോ എന്നുള്ള രീതിയിൽ ചെയ്യേണ്ട കാര്യമില്ല. ജനങ്ങളുടെ ടാക്സ് വർദ്ധിപ്പിക്കാതിരുന്നാൽ മതി, ജനങ്ങൾക്ക് വരെ പ്രശ്നമൊന്നുമില്ല. ശരി രവീന്ദ്രനാഥ്, മടങ്ങിയെത്താം താങ്കളിലേക്ക്. ബി എ പ്രകാശിലേക്ക് ഒരിക്കൽ കൂടി. ശ്രീ ബി എ പ്രകാശ്, താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള വലിയ ഗുരുതരമായ ഒരു സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാനം അഭിമുഖീകരിക്കുന്നുണ്ട്. ധനക്കമ്മി വർദ്ധിക്കുന്നു, റവന്യൂ കമ്മി വർദ്ധിക്കുന്നു, കടം അധികമായി വാങ്ങുന്നു, കടം വാങ്ങിക്കുന്ന പണം തന്നെ ഉൽപ്പാദന മേഖലയിൽ ചെലവഴിക്കാൻ സാധിക്കുന്നില്ല. ഇത്തരം പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഇത് ദീർഘകാലാടിസ്ഥാനത്തിൽ ഈ സാമ്പത്തിക സർവേകൾ മുഴുവൻ വിവരിക്കുന്നതുപോലെ ഉൽപ്പാദന മേഖലയിൽ അല്ലെങ്കിൽ കാർഷിക മേഖലയിലുണ്ടായ ഇടിവുകൾ, വ്യവസായ മേഖലയിലുണ്ടായ ഇടിവ്, ഇതൊക്കെ നിൽക്കുമ്പോൾ തന്നെ മറ്റേതൊക്കെ മേഖലകളെയാണ് ഈ ധനപ്രതിസന്ധി കൂടുതലായി ബാധിക്കാൻ സാധ്യതയുള്ളത്? അല്ല, ഈ ധനപ്രതിസന്ധി ബാധിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല എന്ന് പറഞ്ഞാൽ നമ്മുടെ അടിസ്ഥാന ഘടക മേഖലയാണ്. അതായത് നമ്മുടെ റോഡ്, കുടിവെള്ളം അല്ലെങ്കിൽ പശ്ചാത്തല സൗകര്യങ്ങൾ, അടിസ്ഥാന മേഖലയിൽ കാര്യമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഈ ധനസ്ഥിതി മൂലം വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. അതുപോലെ പ്രധാനപ്പെട്ട വികസന പരിപാടികൾ, വികസന പ്രോജക്റ്റുകൾ നമുക്ക് നടത്താനായിട്ടുള്ള പണമില്ലാത്ത ഒരവസ്ഥ. ഇപ്പോൾ കേരളത്തിൽ റോഡില്ലാത്തത് ഏറ്റവും വളരെ രൂക്ഷമായിട്ടുള്ളൊരു പ്രശ്നമല്ലേ. ഇപ്പോൾ കഴിഞ്ഞ 50 വർഷമായിട്ട് കേരളത്തിലെ എത്ര പ്രധാനപ്പെട്ട റോഡുകളിലാണ് ഒന്ന് വീതി കൂട്ടുകയോ അല്ലെങ്കിൽ അതിനെ വലിയൊരു മാറ്റം വരുത്താനോ നമുക്ക് കഴിഞ്ഞത്. അപ്പോൾ റോഡ് വികസനം, അല്ലെങ്കിൽ കുടിവെള്ളത്തിൻ്റെ പ്രശ്നം, ഇലക്ട്രിസിറ്റിയുടെ ഒരു പ്രശ്നം, വേസ്റ്റ് ഡിസ്പോസൽ, നഗരങ്ങളിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ. അപ്പോൾ നമ്മുടെ സർക്കാർ ഇടപെടേണ്ട ഒരുപാട് മേഖലകളിൽ, അല്ലെങ്കിൽ സർക്കാർ കൊടുക്കേണ്ട പബ്ലിക് ഗുഡ്സ് അല്ലെങ്കിൽ മെറിറ്റ് ഗുഡ്സ് എന്നുള്ള നിലയിൽ സർക്കാർ കൊടുക്കേണ്ട ഒരുപാട് മേഖലകളിൽ കാര്യമായിട്ടുള്ള പണം മുടക്കാൻ സർക്കാരിന് പണമില്ലാത്തൊരവസ്ഥയാണ് നിലനിൽക്കുന്നത്. അല്ല, അതുമൂലം പിന്നീട് സർക്കാർ അതോടൊപ്പം തന്നെ സർക്കാരിന് പദ്ധതി പ്രവർത്തനങ്ങൾ നടത്താനായിട്ടുള്ള വേണ്ടത്ര പണം ഇല്ലാത്ത, വാർഷിക പദ്ധതി അതുപോലുള്ള മറ്റ് വികസന പദ്ധതികളൊന്നും നടത്താൻ വേണ്ടത്ര പണം ഇല്ലാത്തൊരവസ്ഥ ഇതുമൂലം വന്നിട്ടുണ്ട്. ഈ നില തുടരുകയാണെങ്കിൽ ഇത് വളരെ ഞാൻ ഈ പറഞ്ഞ മേഖലകളൊക്കെ തന്നെ രൂക്ഷമായിട്ടുള്ള ഒരു ക്രൈസിസിലേക്ക് നീങ്ങും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, ബി എ പ്രകാശ്, മടങ്ങിയെത്താം താങ്കളിലേക്ക്. സി രവീന്ദ്രനാഥ്, ഒരിക്കൽ കൂടി ഇപ്പോഴുള്ള അവസ്ഥ, സർക്കാരിന് വരുമാന വർധന ഇല്ലാത്ത അവസ്ഥ, നിക്ഷേപം നടത്താൻ കൂടുതൽ സാധ്യതകൾ ഇല്ലാത്ത അവസ്ഥ, ഈ ഒരു അവസ്ഥയിൽ നിന്ന് ഒരു ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ അത് ജനപ്രിയമാകാനുള്ള സാധ്യത എത്രത്തോളമാണ്? അങ്ങനെ ജനപ്രിയമാകരുത്. ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് ഒരിക്കലും ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കരുത്. പക്ഷേ ബഡ്ജറ്റ് സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതായാൽ അത് ജനപ്രിയമാകും. തിരിച്ചാണെന്നാണ് ധാരണ. സമ്പദ് വ്യവസ്ഥയുടെ അപകടത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇപ്പോൾ മറ്റേ ജലസേചന സൗകര്യങ്ങൾ കുറയുന്നു, കാർഷിക മേഖല തകരുന്നു, വ്യവസായ മേഖല തകരുന്നു. ഇതൊരു വസ്തുത മുന്നോട്ട് വെച്ച് ഇത് പരിഹരിക്കുന്ന രീതിയിലുള്ള ഇടപെടലുകൾ നടത്തിക്കഴിഞ്ഞാൽ, ജനങ്ങളുടെ പരോക്ഷ നികുതി വർദ്ധിപ്പിക്കാതിരുന്നു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായി ജനപ്രിയമാകുകയാണ്. ജനപ്രിയമായ ബഡ്ജറ്റ് അവതരിപ്പിക്കുകയല്ല, സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്ന ബഡ്ജറ്റ് ആയിക്കഴിഞ്ഞാൽ അത് ജനപ്രിയമാകും എന്നുള്ളതാണ്.
ആ രീതിയിലാണ് ഇലക്ഷനെ ഫേസ് ചെയ്യേണ്ടത്. അങ്ങനെയാണ് ജനപ്രിയ. അവസാനമായി ജോസ് സെബാസ്റ്റ്യനിലേക്ക് ഒരിക്കൽ കൂടി. ശ്രീ ജോസ് സെബാസ്റ്റ്യൻ, താങ്കൾ എന്ത് കരുതുന്നു? സാമ്പത്തിക സർവേകൾ നൽകുന്ന സൂചനകൾക്കനുസരിച്ച് കേന്ദ്രീകൃതമായ ഇടപെടലുകൾ നടത്തുന്നതിൽ ബജറ്റുകൾ പരാജയപ്പെടുന്നുണ്ടോ? അതാണോ ആവർത്തിച്ച് സാമ്പത്തിക സർവേകളിൽ ഇത്തരം പ്രതികൂല പരാമർശങ്ങൾ നമുക്ക് കേൾക്കേണ്ടി വരുന്നത്? തീർച്ചയായിട്ടും നമ്മുടെ ബഡ്ജറ്റുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കപ്പെടുന്ന പല പദ്ധതികളും യഥാർത്ഥത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. ഏകദേശം 70-75% വരുന്ന എക്സ്പെൻഡിച്ചറുകൾ സാമ്പത്തിക വർഷത്തിൻ്റെ ഏറ്റവും അവസാനത്തെ 3 മാസങ്ങളിലാണ് നടക്കുന്നത്. അതുപോലെ തന്നെ ബഡ്ജറ്റിൽ യാതൊരുവിധ നിയന്ത്രണങ്ങളുമില്ലാതെ 100 രൂപ അലോക്കേറ്റ് ചെയ്തുകൊണ്ട് ഉള്ള ആയിരക്കണക്കിന് പദ്ധതികൾ പ്രഖ്യാപിക്കുകയാണ്. ഇത് ഈ ബഡ്ജറ്റ് പ്രോസസ്സ് എന്ന് പറയും പ്രക്രിയയെ തന്നെ വളരെയധികം ഒരു കളിയാക്കലാക്കി ഒരു കുട്ടിക്കളിയാക്കി മാറ്റുകയാണ്. അതുകൊണ്ട് തന്നെ ബഡ്ജറ്റിൻ്റെ കാര്യത്തിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും സഹകരിച്ച് ബഡ്ജറ്റിൻ്റെ ആ ഒരു അച്ചടക്കം എന്ന് പറയുന്നത് കൃത്യമായി നിലനിർത്തിയില്ലെങ്കിൽ കേരളത്തെ സംബന്ധിച്ച് അധിക വിഭവ സമാഹരണം കൊണ്ട് മാത്രം ഈ പ്രശ്നങ്ങൾ പരിഹരിക്കില്ല. ബഡ്ജറ്റിൻ്റെ ആ യുക്തിയും അതിൻ്റെ ആ ഉദ്ദേശവും കൃത്യമായി പാലിക്കത്തക്ക വിധത്തിലുള്ള സാമ്പത്തിക അച്ചടക്കം പാലിക്കാനൊക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് 13ാം ധനകാര്യ കമ്മീഷൻ നമ്മളോട് റവന്യൂ ഡെഫിസിറ്റ് 2013-14 ആകുമ്പോൾ കുറച്ച് 0 ആക്കണമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അതിനേക്കാൾ എത്രയോ കൂടുതലാണ്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട പല ആനുകൂല്യങ്ങളും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞതുപോലെ അധിക വിഭവ സമാഹരണവും ചെലവ് ചുരുക്കൽ മാത്രമല്ല ബഡ്ജറ്റിൻ്റെ അച്ചടക്കം നിലനിർത്തുക എന്നുള്ളത് കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ വളരെയധികം പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യമാണ്. വളരെയധികം നന്ദി. സമയപരിമിതി മൂലം ഈ ചർച്ച അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. ജോസ് സെബാസ്റ്റ്യൻ, സി രവീന്ദ്രനാഥ്, ഒപ്പം BA പ്രകാശ്, വളരെയധികം നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്, ചർച്ചയെ സജീവമാക്കിയത്.